നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വൃശ്ചികക്കൂറിന്റെ കാര്യമാണ്. വൃശ്ചികക്കൂർ അതായത് 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലം വൃശ്ചികക്കൂറിന്റെ ഫലമാണ് ഞാൻ പറയുന്നത്. അപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വിശാഖംകാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ വർഷം വേടം 9ലും 10ഉം ഭാവങ്ങളിൽ നിൽക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ശനി 5ഉം 6ഉം ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന സമയം. രാഹു 4ഉം 3ലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പൈതൃകമായി കിട്ടേണ്ട പല സ്വത്തുക്കളും ഇവർക്ക് കിട്ടാൻ ഇടവരുന്ന ഒരു വർഷമാണ്. പൈതൃകമായിട്ട് ഇവർക്ക് ഇവരുടെ മുൻ തലമുറയിൽ നിന്ന് കിട്ടേണ്ട പല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് ഈ വർഷം അതിന് സമയം വന്നിരിക്കുന്നതാണ്. വിവാഹത്തിലൂടെയും അതുകൂടാതെ ഇൻഷുറൻസ് പരമായിട്ടും ഇവർക്ക് ധനനേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും. സ്ഥാനമാന ലബ്ധികൾ കിട്ടുന്ന വർഷം. സ്ഥാനമാനങ്ങൾ കിട്ടും. സാമൂഹ്യമായ അതുകൂടാതെ രാഷ്ട്രീയപരമായ അംഗീകാരങ്ങൾ, അത് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായൊക്കെ അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. കച്ചവടക്കാരെ സംബന്ധിച്ച് ഉന്നതികൾ ഉണ്ടാകുന്ന ഒരു സമയം. അവർക്ക് ഈ കച്ചവടക്കാർക്ക് ഈ വർഷം വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. ബന്ധുസഹായങ്ങൾ കിട്ടാൻ ഇടവരുന്ന ഒരു സമയം കൂടിയാണ്. ബന്ധുക്കൾ വാദസംബന്ധമായ അസുഖം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വാദം മാത്രമല്ല, പിത്തസംബന്ധമായ അസുഖങ്ങളും ഇവർക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. ധർമ്മസ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യാൻ ഇവർക്ക് ഈ വർഷം അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ധർമ്മസ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യാൻ. ധനപരമായ പല നേട്ടങ്ങളും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ഭാഗ്യാനുഭവങ്ങൾ കിട്ടാനിടയുണ്ട്. കാരണം വേഴം 9ൽ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ, 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനം, അപ്പൊ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ബന്ധുക്കളിൽ ചിലർ ശത്രുക്കളാകാനും ഇടയുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളിൽ ചിലർ ശത്രുസ്ഥാനത്തേക്ക് വരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുതിയ സുഹൃത്തുക്കളുമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാകും. പിന്നെ പരദൂഷണവും അപകീർത്തിയും കേൾക്കാൻ ഇടവരും. ഇവരെ സംബന്ധിച്ച് ഈ വർഷം പരദൂഷണം കേൾക്കേണ്ടി വരും. അപകീർത്തിപരമായ കാര്യങ്ങൾ കേൾക്കാനും ഇടവരും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പങ്കാളികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ശനി 5ൽ നിൽക്കുന്നതിനാൽ സന്താന ദുഃഖങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശനി ഇവരുടെ 5ൽ വരുന്ന സമയത്ത് ഇവർക്ക് സന്താന ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. അപ്പൊ ഇതാണ് ഈ വൃശ്ചികക്കൂറുകാരുടെ 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂറുകൾ. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും എൻ്റെ ലൈവ് പരിപാടി യൂട്യൂബിൽ ഉണ്ടാവുന്നതാണ്. അത് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 7 മണിക്ക് ഞാൻ ലൈവ് പ്രോഗ്രാമിൽ വരുന്നതാണ്. നിങ്ങളുടെ ജാതക സംബന്ധമായ കാര്യങ്ങളും നക്ഷത്ര സംബന്ധമായ കാര്യങ്ങളും ലൈവിൽ വന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.